ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുരിങ്ങയും ചക്കക്കുരും കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു നാടൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നമ്മുടെ മുരിങ്ങക്കറി നമുക്ക് വേഗം ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരുവൊക്കെ ഇവിടെ നന്നാക്കിയിട്ട് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ചക്കക്കുരുവൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഒരു കേടും ഇല്ലാത്തതാണ് നമ്മുടെ ചക്കക്കുരു എന്ന് പറയുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരു നമുക്ക് ആദ്യം ഒന്ന് വേവിക്കണം. പകുതി വേവായതിന് ശേഷം മാത്രമേ നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കണ്ടൂ. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേഗം വേവും. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കണം. ചക്കക്കുരുവൊക്കെ നല്ല തിള വന്നു. നല്ല ഫ്രഷ് ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ. മുരിങ്ങയിലേക്കുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ നമ്മളിപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തു, പകുതി വേവായിട്ടുണ്ട്. ഇങ്ങനെ പൊടിക്കുമ്പോൾ അറിയാം നമുക്കത് വെന്തുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല രുചികരമായിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. പരിപ്പിൻ്റെ ഒന്നും ആവശ്യം ഇനി ഇതിലില്ല. നമ്മൾ ചക്കക്കുരു ചേർക്കൊണ്ട് കറിക്ക് നല്ലൊരു കട്ടിയും കിട്ടും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുരിങ്ങയും ചക്കക്കുരും കൂടി ഒന്നുകൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ചക്കക്കുരു ഒന്നും കൂടി വെന്തിട്ട് ഉടഞ്ഞിട്ട് കറി നല്ല കുറുകി വരും. ചക്കക്കുരുവൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം, ഉള്ളതിനനുസരിച്ച് എടുക്കാം, ഒരു കുഴപ്പമില്ല. ചക്കക്കുരു നല്ല ടേസ്റ്റാണ്. മുരിങ്ങയുടെ ഇലയിൽ കൂടെ വെന്തിട്ട് കഴിഞ്ഞാൽ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്താണ്. മുരിങ്ങയുടെ ഇലയൊക്കെ അത് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ ഒരു അരപ്പും കൂടി ഉണ്ടാക്കണം. നാളികേരം അരച്ചിടണം. അപ്പോൾ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് കേട്ടോ. മുരിങ്ങയും ചക്കക്കുരുവും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്യാസ് പ്രോബ്ലം വരും. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നാളികേരം അരയ്ക്കുന്നതിൻ്റെ കൂടെ വെളുത്തുള്ളി ചേർത്ത് അരച്ചാൽ മതി. അപ്പം മുരിങ്ങ വെന്തിട്ടുണ്ട്. അതിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടി ഒഴിക്കുക. ഞാനിപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് തിളച്ചിതാവേണ്ട ആവശ്യമൊന്നുമില്ല. മുരിങ്ങയും ചക്കക്കുരു ആവശ്യത്തിന് വെന്തതാണല്ലോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുരിങ്ങക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. സൂപ്പറായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വെറും കടുക് മാത്രം താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കറിയായിട്ട് നാളെ വരാം കേട്ടോ. നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ എളുപ്പം ഉണ്ടാക്കുന്ന കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനലൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയ്ക്ക് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ.